നവീകരിച്ച കൊച്ചി ഹാർബർ പാലം ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ഒരു മാസം കൊണ്ടാണ് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചത്. പുതിയ പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പ്രാരംഭഘട്ടത്തിലാണെന്ന് KJ മാക്സി MLA പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് കൃഷ്ണപ്രിയ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഏറെ കാത്തിരിപ്പുകൾക്കൊടുവിൽ കൊച്ചിയുടെ മുഖമുദ്രയായ ഹാർബർ പാലം നവീകരണങ്ങൾക്ക് ശേഷം ഇന്നിപ്പോൾ തുറന്നു നൽകിയിരിക്കുകയാണ്. ഏകദേശം ഒരു മാസം, അതായത് കഴിഞ്ഞ മാസം 21-നാണ് ഈ പാലം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടത്. ഈ റോഡിലെ ഈ പാലത്തിലുള്ള ടാർ പൂർണ്ണമായും നീക്കം ചെയ്ത ശേഷം റീടാറിംഗ് നടത്തിയുള്ള ഒരു നവീകരണ പ്രവർത്തനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചത്. അതിനുശേഷം, അതായത് ഒരാഴ്ചയ്ക്കകം ഈ പാലം തുറന്നു കൊടുക്കുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അതായത് നവംബർ 28-ന് ഈ പാലം തുറന്ന് ജനങ്ങൾക്കായി നൽകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ പാലത്തിലെ ടാർ നീക്കിയ ശേഷമാണ് ഇതിലുള്ള കോൺക്രീറ്റ് പാളികൾക്കിടയിൽ ചെറിയ വിള്ളലും അതുപോലെ തന്നെ ചെറിയ കല്ലൊക്കെ കണ്ടത്. അതിനുശേഷം ഈ വിള്ളലെല്ലാം അടയ്ക്കാനായി ഒരുപാട് ദിവസങ്ങൾ എടുത്തു. ഏകദേശം 15 ദിവസത്തോളം പുറത്തുനിന്ന് എത്തിച്ച ഈ ഒരു കോൺക്രീറ്റ് മിശ്രിതം ഒക്കെ കൊണ്ടുവന്ന് ഈ വിള്ളലെല്ലാം അടയ്ക്കാനായി ഏകദേശം ഒരു 15 ദിവസത്തോളം എടുത്തു. അതിനുശേഷമാണ് ഈ ടാറിംഗ് പൂർത്തിയാക്കിയത്. ഏതായാലും ഇപ്പോൾ ഈ ഹാർബർ പാലം ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് കാലമാണ്, ന്യൂ ഇയർ കാലമാണ്, കൊച്ചിൻ കാർണിവലൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പശ്ചിമ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഹാർബർ പാലം തുറന്നു നൽകുക എന്നത് പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു. കാരണം ഒരുപാട് ജനസാന്ദ്രതയുള്ള ഒരു മേഖല കൂടിയാണ് ഈ പശ്ചിമ കൊച്ചി എന്ന് പറയുന്നത്. അവിടെയുള്ളവർക്ക് ഈ കൊച്ചി നഗരത്തിലേക്ക്, എറണാകുളം നഗരത്തിലേക്കൊക്കെ എത്താനായിട്ടുള്ള ഒരു എളുപ്പമാർഗം കൂടിയാണ്. സമാന്തരമായി BOT പാലം ഉണ്ടെങ്കിൽ കൂടിയും ഇരുചക്ര വാഹനങ്ങളാവട്ടെ, അതുപോലെ തന്നെ കാറുകൾ, ചെറിയ നാല് ചക്ര വാഹനങ്ങൾക്കെല്ലാം പോകാൻ കഴിയുന്ന ഒരു മാർഗം കൂടിയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാലം ഏകദേശം ഒരു മാസത്തോളം അടച്ചിട്ടതിനെ തുടർന്ന് രൂക്ഷമായ ഗതാഗത കുരുക്കാണ് ഇത്രയും ദിവസം ഇവിടെ എല്ലാം ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പാലത്തിൻ്റെ ശോചനീയാവസ്ഥ പലതവണ നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. തീർത്തും ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിൽ, പ്രത്യേകിച്ച് ഇരുചക്ര വാഹന യാത്രക്കാരെല്ലാം ഇതുവഴി പോകുമ്പോൾ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് ഏറെ നാളത്തെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഈ പാലം ഇപ്പോൾ നവീകരിക്കാനായിട്ടുള്ള ഒരു പദ്ധതിയൊക്കെ കൊണ്ടുവരുന്നത്. അതിനൊടുവിലാണ് ഇപ്പോൾ പാലം തുറന്നു നൽകിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, MLA സൂചിപ്പിച്ച ഒരു കാര്യം, ഈ പാലത്തിന് ബലക്ഷയമില്ല എന്നത് തന്നെയാണ്. നിരവധി തവണ പാലം ബലക്ഷയമുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. ഏകദേശം 80 വർഷത്തോളം പഴക്കമുള്ള ഒരു പാലമാണ് ഇത്. അത്രയും, അതായത് ബ്രിട്ടീഷ് ഭരണ സമയത്തെ ഒരു പാലം കൂടിയാണ്. ഈ തുറമുഖ ശില്പിയായ റോബർട്ട് ബ്രിസ്റ്റോയാണ് ഈ പാലത്തിൻ്റെയും ശില്പി. അതുകൊണ്ട് തന്നെ ഈ പാലത്തിന് ഇത്രയും വർഷം കാലപ്പഴക്കമുള്ളത് കൊണ്ട് തന്നെ ഒരു ബലക്ഷയമുണ്ടായി എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നൊരു ഉറപ്പ് MLA നൽകുന്നുണ്ട്. അതോടൊപ്പം ഈ ഹാർബർ പാലത്തിനും, അതായത് മറ്റ് സമാന്തര ഒരു പാലം കൂടി വരുമെന്ന ഒരു ഉറപ്പ് കൂടി അദ്ദേഹം ഇപ്പോൾ നൽകുന്നുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് ഈ ഹാർബർ പാലം തുറന്നു നൽകിയത്. ഇപ്പോൾ വണ്ടികളെല്ലാം കടന്നു പോകുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും മറ്റ് കാറുകളും അടക്കമുള്ള വാഹനങ്ങളെല്ലാം ഈ വഴി ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. അത് കൊച്ചിയിലെ ഗതാഗത കുരുക്കിന് തൽക്കാലമെങ്കിലും ഒരു ആശ്വാസം നൽകുമെന്നൊരു പ്രതീക്ഷയിലാണ് പശ്ചിമ കൊച്ചിയിലെ ജനങ്ങൾ.